നമ്മൾ വ്യക്തികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ എന്നെങ്കിലും ചതിക്കപ്പെടുമെന്ന് നമ്മൾ ഓർക്കാറില്ല. എന്നാൽ ചില ബന്ധങ്ങളിൽ നമ്മൾ ചതിക്കപ്പെടുന്നു, സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കാപട്യത്തിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നു. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇതിനർത്ഥം പങ്കാളികളാൽ ചതിക്കപ്പെടുമോ എന്ന് കരുതി ജീവിക്കണമെന്നതല്ല. ചില സമയങ്ങളിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പങ്കാളി ഏറ്റവും മികച്ച വ്യക്തിയായിരിക്കും. പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും തോന്നിയാൽ മനസ്സിൻ്റെ തോന്നലുകൾക്ക് ചെവിയോർക്കുക. ഒപ്പമുള്ള ഒരാളുടെ ശീലങ്ങളും ദിനചര്യയും സ്വഭാവവുമെല്ലാം നിങ്ങളെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിവുണ്ടാവില്ല. അതുകൊണ്ടുതന്നെ അവരിലെ മാറ്റങ്ങൾ ഏറ്റവും വേഗം തിരിച്ചറിയാൻ കഴിയുക നിങ്ങൾക്കായിരിക്കും. ആരോഗ്യപരമായ ഒരു ബന്ധത്തിൽ തുറന്നു സംസാരിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി നൽകാനുമെല്ലാം അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ചോദ്യങ്ങളിൽ പങ്കാളി അസ്വസ്ഥനായി തുടങ്ങുമ്പോൾ അവർ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും മറക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുമായുള്ള ബന്ധത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥതയും പ്രതീക്ഷയില്ലായ്മ പ്രകടിപ്പിക്കുകയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധം മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഓരോ തവണയും വഴക്കിടുമ്പോൾ അവർ ബന്ധത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അകൽച്ച കാണിക്കുക, ഒന്നിലും താല്പര്യം കാണിക്കാതിരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും നിങ്ങളില്ലാതെ മറ്റെവിടെങ്കിലും പോകാനും പങ്കാളി ഏറെ സന്തോഷവും ആവേശവും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. ഇത് ചതിയുടെ സൂചനയാണ്. അതേസമയം നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അവർ മൂടില്ലാതെയും നിരാശയോടെയും കാണപ്പെട്ടേക്കാം. സ്നേഹപ്രകടനങ്ങൾക്ക് മടി കാണിക്കുക, നിങ്ങളോട് മിണ്ടാൻ മടിക്കുക എന്നിവയെല്ലാം അവർ നിങ്ങളിൽ നിന്ന് അകലുന്നതിൻ്റെ സൂചനയാണ്. പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തതും കാര്യങ്ങൾ തുറന്നു പറയാത്തതുമാണ് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നു. മാത്രമല്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന ഭാവവും നിങ്ങളുടെ ബന്ധങ്ങളിലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ആരും ഒന്നിലും തികഞ്ഞവരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതും ഒരു നിസ്സാര കാര്യമല്ല. കാരണം അത് യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിൻ്റെ തുടക്കവും സന്തോഷവും തന്നെയാണ്. ദമ്പതികൾ എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ്. പങ്കാളികളുടെ ആഗ്രഹത്തിന് പ്രാധാന്യം നൽകുന്നതിന് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ പങ്കാളിക്ക് അസംതൃപ്തിയും അസന്തുഷ്ടിയും അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ആർക്കും എപ്പോഴും അടിതെറ്റാമെന്നും അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടിയെടുക്കാനും നിങ്ങളുടെ ഉള്ളിൽ കരുത്തുണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.